ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അത്തം നഗറിലാണ്. ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് ആയ അത്തം നഗറിൽ. ഈ അത്തം നഗറിൽ നിന്നുമാണ് നമ്മുടെ ഘോഷയാത്ര ആരംഭിക്കുന്നത്. നമ്മൾ പുറകിൽ നിങ്ങൾക്ക് കാണാം വേദിയുണ്ട്. ഈ വേദിയിലാണ് ഇനി മുതൽ നമ്മുടെ അത്തം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത്. കൊടിമരമുണ്ട്. ഇതിലാണ് കൊടി ഉയർത്തി അത്തം പതാക ഉയർത്തി ഔദ്യോഗികമായി ഉദ്ഘാടനം കുറിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് നമ്മുടെ ഈ അത്തം നഗറിലൂടെ സഞ്ചാരം തുടരും. ശരിക്കും പറഞ്ഞാൽ ഈ വർണ്ണാഭമായ ഒരു ഘോഷയാത്ര അല്ലേ എലി? തീർച്ചയായിട്ടും നമ്മൾ ഈ കണ്ണുചിപ്പിക്കുന്ന വർണ്ണാഭമായ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വേദിക്ക് പുറകിലായി നമ്മുടെ കലാകാരന്മാരെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിഗംഭീരമായൊരു ചടങ്ങ് തന്നെയായിരിക്കും. അലി ആദ്യമായിട്ടാണോ ഞാൻ രണ്ടാമത്തെ തവണയാണ് അത്തച്ചമയത്തിന് വരുന്നത്. ഇതെന്താ ഈ ശ്രുതി ശരത്തും തുളസിയും ഒക്കെ ഈ അത്തച്ചമയ എക്സ്പേർട്ടുകളായതുകൊണ്ട് ഈ സംസാരിക്കുന്നതിനിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്ത് പറഞ്ഞു പിടിച്ചു നിൽക്കുന്നുള്ളത്. സംഭവം തുളസി പറഞ്ഞതുപോലെ നമ്മൾ ഈ തൃശൂർ പൂരം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഏറ്റവും ഗംഭീരമായ വർണ്ണശബളമായ ഒരു ആഘോഷത്തിന്റെ കാഴ്ചകൾ തന്നെയായിരിക്കും ഈ ഘോഷയാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുക. ഈ പറഞ്ഞതുപോലെ ആനയും അമ്പാരിയും തിടമ്പേറ്റിയ രാജപല്ലക്കും ഒക്കെയായി ചരിത്രം കൂടി വിളിച്ചു പോകുന്ന, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ചരിത്രം കൂടി വിളിച്ചു പോകുന്ന ഗംഭീരമായ കാഴ്ചകൾ ഇത് നമുക്ക് വേറെ എവിടെയും ഇനി കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശ്രുതി പറഞ്ഞതുപോലെ ഇതൊരു രാജഭരണകാലത്തെ ആഘോഷമായിരുന്നു. ഈ പറഞ്ഞ സർവാഭരണ വിഭൂഷിതനായി കൊച്ചി രാജാവ് പ്രജകളെ കാണാൻ ഒരു വരവായിരുന്നു. പക്ഷെ ഈ പറഞ്ഞതുപോലെ തിരുവിതാംകൂർ കൊച്ചിയുടെ കൂടിച്ചേരലിന് ശേഷം അത് ഈ പറയുന്ന രാജഭരണ സെറ്റപ്പിൽ നിന്ന് മാറി ഒരു ജനകീയ സെറ്റപ്പിലേക്ക് വന്ന് ഇന്ന് കാണുന്ന ഈ ജനകീയ ആഘോഷമായി മാറി എന്നുള്ളതാണ്.